നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം നടക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പുതിയ അപ്ഡേഷൻ പ്രകാരം ഈ പറഞ്ഞ പോലെ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് നേരിട്ട് കേരളത്തിലോട്ട് ഇറങ്ങുന്നു എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ വിഷയം ശരിക്ക് കാണുന്നത്? KC വേണുഗോപാലിന് ഇതിന് അർഹതയുണ്ടോ? അതായത് KC വേണുഗോപാൽ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇവിടെ കലാപം ഉണ്ടാക്കാൻ, കോൺഗ്രസിന്റെ ഉള്ളിൽ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കെട്ടി ഇറങ്ങില്ല എന്ന് മുമ്പ് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ വിനു വി ജോണുമായിട്ടുള്ള ഒരു സംഭാഷണം മാത്രം നമ്മൾ എടുത്താൽ മതി. അതൊന്ന് കേൾക്കാൻ നമുക്ക് ആദ്യം. ഇനി 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കാരായിരിക്കും. മറ്റ് പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലില്ലാത്ത സാഹചര്യം. അതിന് നേതൃത്വം നൽകേണ്ടത് എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവർക്കും അപ്രോച്ചബിളായ ഒരു നേതാവായിരിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ അതിന് ഏറ്റവും യോഗ്യനായ ആൾ ശ്രീ KC വേണുഗോപാലാണെന്ന് പറയുന്നത്. ചോദ്യം ബിനു എന്നോട് മുൻപ് ചോദിച്ചതാണ്, ഞാൻ ഉത്തരവും പറഞ്ഞതാണ്. ഞാൻ കൃത്യമായിട്ടും പറയും. ഇപ്പം ഒറ്റ കാര്യത്തിൽ എനിക്ക് ഒരു സങ്കടം ഉണ്ടാവാറുള്ളൂ. ചിലപ്പോഴും നിങ്ങളുടെയൊക്കെ ചർച്ചകളിൽ എൻ്റെ പേരും കൂടെ പരാമർശിക്കപ്പെടാറുണ്ട്. ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുമെന്നൊക്കെ പറഞ്ഞ്. ഞാൻ ബേസിക്കലായിട്ട് അവിടെയാണ് എൻ്റെ ഇഷ്യൂ. ഞാൻ ബേസിക്കലായി കേരളത്തിൻ്റെ റൂട്ടിൽ ജനിച്ച് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ അടികൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിഞ്ഞ 48 വർഷമായിട്ട് ഞാൻ കേരളത്തിൻ്റെ പൊതുജീവിതത്തിലുണ്ട്. ഓരോ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറന്നിറങ്ങി വരേണ്ട ഒരാളൊന്നുമല്ല. പിന്നെ എൻ്റെ നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞു. എനിക്കെൻ്റെ പാർട്ടിയാണ് ഏറ്റവും വലുത്. ഒരാഗ്രഹങ്ങളും അത്തരത്തിലില്ല. ഇന്നതാവണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ പേര് ഇതിനകത്ത് വലിച്ചെടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശം തന്നെ ഇങ്ങനെ വേറെന്തെങ്കിലും മേൽവ്യാസത്തിൽ പറന്നിറങ്ങി വരും എന്ന് വേണുഗോപാലിന്റെ യോഗ്യത ആരും ചോദ്യം ചെയ്തു. ചില ചോദ്യം ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ താങ്കൾ ചോദ്യം ചെയ്യുന്നു അല്ല പറയുന്നത്. അതിന് ഇപ്പോൾ കോൺഗ്രസിലെ വിവിധ സംഘടനകളുടെ തലപ്പത്ത് വന്ന MP ആയി, MLA ആയി, മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, പ്രധാനപ്പെട്ട റോളിൽ നമ്മൾ എത്ര വർഷമായിട്ട് കാണുന്നുണ്ട് വിനു. നിങ്ങൾ എത്രയോ ഞാൻ താങ്കൾ പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ചില ചാനൽ ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ അങ്ങനെ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമേ ഇല്ല. കോൺഗ്രസിനകത്ത് എല്ലാം ഭദ്രമാക്കി കൊണ്ടുപോവുക, കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, UDFൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഉണ്ടാക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എൻ്റേതായിട്ടുള്ള സുപ്രധാനമായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിൽ പെടുന്നതേ അല്ല. കേട്ടല്ലോ, അതിൽ പച്ചയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിൽ കടിപിടി കൂടാനും ഇവിടുത്തെ ഐക്യത്തിന്റെ അന്തരീക്ഷം തകർക്കാനും ഞാൻ ശ്രമിക്കില്ല. ഇപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം കൊടും ചതിയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് ചെയ്യുന്നത്, UDF പ്രവർത്തകരോട് ചെയ്യുന്നത്. കാരണം കഷ്ടപ്പെട്ട് 5 വർഷത്തെ ഇടിയും ചവിട്ടും വെള്ളം കൊണ്ട് മർദ്ദനങ്ങളേറ്റ് സമരങ്ങൾ നടത്തി പോരാട്ടം നടത്തിയ ഇവിടുത്തെ UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി VD സതീശനെ നെഞ്ചിലേറ്റിയിട്ടാണ് ഭരണത്തിൽ ഇവിടെ എത്തിച്ചത്. VD സതീശൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കൃത്യമായി അടിത്തട്ട് മുതലുള്ള ബൂത്ത് തലത്തിലുള്ള ആളുകളെ എല്ലാം തന്നെ ഒറ്റക്കെട്ടായി സജ്ജീകരിച്ച് അവർ പ്രവർത്തന നിരതരാക്കി അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള പിന്തുണയും കൊടുത്ത് അങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ ഇലക്ഷനിലും ഇവിടെ വിജയിപ്പിച്ചുകൊണ്ടുവന്നു. തകർന്ന് തരിപ്പണമായി ഇനി കോൺഗ്രസ്സേ ഇല്ല, കോൺഗ്രസ് ഇനി കേരളത്തിൽ പച്ച പിടിക്കില്ല, തകർന്നുപോയി കോൺഗ്രസ്, UDF തകർന്നുപോയി എന്നുള്ള സമയത്ത് മുസ്ലിം ലീഗടക്കം കോൺഗ്രസ് CPM-ന്റെ കൂടെ പോകുമായിരുന്നു. മുന്നണി വിടാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിനൊക്കെ മറികടന്ന് അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അങ്ങനെ ഓരോ ഇലക്ഷനിലും അത് തെളിയിച്ചു. ആദ്യം തൃക്കാക്കര ഇലക്ഷൻ പ്രധാനമാണ്. അവിടെ പിണറായി സംഘവും 20 മന്ത്രിമാരും ചേർന്ന് അവിടെ വന്ന് പ്രവർത്തിച്ചിട്ടും അവിടെ തോൽപ്പിച്ചു വിട്ടു. പിന്നെ പുതുപ്പള്ളിയിൽ 5 ഇരട്ടി വോട്ടിനാണ് ജയിപ്പിക്കുന്നത്. അവിടെയും ഭയങ്കര ദയനീയമായി അവിടെ എല്ലാ മിഷറിയും ഉപയോഗിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റ് മിഷറിയൊക്കെ ഉപയോഗിച്ചു. പിന്നീട് നടന്ന ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടായാലും നിലമ്പൂരായാലും വിജയിച്ചെടുത്തു. എന്തിനതിനു ശേഷം ലോക്സഭാ ഇലക്ഷനും അതേപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മുന്നണിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങൾക്കും നേതൃത്വം കൊടുത്തത് VD സതീശനാണ്. അവസാനം നിയമസഭാ ഇലക്ഷന് മുമ്പ് നടന്ന പൊതുയോഗ യാത്ര മാത്രം കണ്ടാൽ മതി ഈ നിലപാടുകളുടെ രാജകുമാരൻ. പല പ്രശ്നങ്ങളും മുന്നണിക്ക് വരുമ്പോൾ അതിനെ മുന്നിൽ നിന്നുകൊണ്ട് ദീർഘപക്ഷത്തോടെ അത് പരിഹരിച്ച് മുന്നോട്ട് പോയ ആളും അദ്ദേഹമാണ്. ഒരു ഉദാഹരണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതികൾ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടോ അത് പിണറായി വിജയന്റെ മുന്നിലെത്തി കേസെടുത്ത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കേസ് പോലെ വലിയ പ്രചാരം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ
അതിന് മുമ്പായിട്ട് തന്നെ തിരിച്ച് മറുപടി കൊടുക്കാൻ തയ്യാറാക്കി കൊടുത്തു UDF. ഞങ്ങൾ പുറത്താക്കി, നിങ്ങൾ എന്തുകൊണ്ടാണ് കള്ളന്മാരെ ഇത്തരത്തിലുള്ള പെണ്ണുപിടിയന്മാരെ കൂടെ നിർത്തുന്നത്, എന്തുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ നിങ്ങൾ കൂടെ നിർത്തുന്നത് എന്നുള്ള ചോദ്യം കൃത്യമായി നിലപാടുള്ള ആളാക്കി മാറ്റി. ഒരു മുന്നണിക്ക് ഒരു നിലപാടുണ്ട്, പെണ്ണുപിടിയന്മാരെയും കള്ളന്മാരെയും കൊള്ളക്കാരെയും UDF ഇല്ല എന്ന് സന്ദേശം കൊടുക്കുകയും നിഷ്പക്ഷരായ ആളുകളെയും കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളെയും അതിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റി. അങ്ങനെയുള്ള അതേപോലെ തന്നെ നമ്മുടെ അറിയാം, നിലമ്പൂർ ഇലക്ഷൻ നടന്നപ്പോൾ PV അൻവറിനെ കൂട്ടണ്ട എന്ന് തീരുമാനമെടുത്ത് ഒറ്റയ്ക്ക് നിന്ന് ശക്തി തെളിയിച്ച് അവിടെ നിന്ന് വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതോടുകൂടി മുസ്ലിം ലീഗിൻ്റെയൊക്കെ പിന്തുണ അദ്ദേഹത്തിന് പൂർണ്ണമായി കിട്ടി. കേരളത്തിലെ എല്ലാ മറ്റു കക്ഷികളുടെ പൂർണ്ണ പിന്തുണ കിട്ടി, ജനങ്ങളെ പിന്തുണ കിട്ടി. അങ്ങനെ ജനങ്ങളെ സംഘടിപ്പിച്ച് അദ്ദേഹം മുന്നണിയെ ഭരണത്തിലെത്തിച്ച് അധികാരത്തിലെത്തിക്കാൻ കഴിയുമ്പോൾ മുകളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കെട്ടി ഇവിടെ ഇറക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുമ്പോൾ അത് അപ്പോൾ പറയണ്ടേ KC വേണു ആണത്തമുള്ള ആളാണെങ്കിൽ, ഒരു നിലപാടുള്ള ഒരാളാണെങ്കിൽ എന്ത് പറയണം? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാനില്ല, അതിന് അർഹനായ ആള്, ഇത് കൊണ്ടുവന്ന ആള് ആരാണ്? VD സതീശൻ. അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ആണത്തത്തോടെ തൻ്റെ ഇടത്തോടെ പറയാൻ കഴിവില്ലാത്ത അദ്ദേഹം, അല്ലെങ്കിൽ പറയട്ടെ, കേരളത്തിന് പുറത്തുള്ള ഏത് സ്ഥലത്താണ് അദ്ദേഹം ഈ കോൺഗ്രസിനെ വിജയിപ്പിച്ചെടുത്തത്? ഇപ്പോൾ 5 സ്ഥലത്ത് ഇലക്ഷൻ നടന്നു. അത് കോഴിക്കോട്, കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ് അദ്ദേഹം ജയിപ്പിച്ചെടുത്തത്? പുതുച്ചേരിയിൽ പോയില്ലേ? തമിഴ്നാട്ടിൽ പോയില്ലേ? തമിഴ്നാട്ടിൽ പോയി കാല് മാറിയിരിക്കുകയാണ്. എന്തിനാ ഡൽഹി, ബംഗാളിൽ ഒരു 25 സീറ്റെങ്കിലും സ്വന്തമായി പിടിക്കാനുള്ള കെൽപ്പുള്ള പാർട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? എന്തിന്? ആസാമിൽ കഴിഞ്ഞ തവണത്തെ 50 സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം 20 സീറ്റായി ചുരുങ്ങൽ ചെയ്തത്. അവിടെ വെച്ചാൽ ക്രിസ്ത്യൻ മേഖലയുള്ള ക്രിസ്ത്യൻ വോട്ടുകളുള്ള സ്ഥലമാണ് ആസാം. അവിടെ നിന്ന് ശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആസാമിൽ ഭരണം പിടിക്കാൻ പറ്റുമായിരുന്നു. കാരണം FCRAയുടെ പ്രശ്നങ്ങൾ എടുത്തു കാണിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒറ്റക്കെട്ടായി ആസാമിൽ നിർത്തിയിരുന്നെങ്കിൽ ആസാമിലെ ഭരണം UDFന് കോൺഗ്രസിന് കിട്ടുമായിരുന്നു. എന്തുകൊണ്ട് അതിന് കഴിഞ്ഞില്ല? അപ്പൊ ഇവിടെയൊക്കെ പരാജയപ്പെട്ട ഒരു AICC നേതാവ് കേരളത്തിൽ ശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ച് ഭരണത്തിലെത്തിച്ച VD സതീശനെ വെട്ടിമാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് കൊടും ചതിയാണ് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്നത്, പ്രവർത്തകരോട് ചെയ്യുന്നത്, കോൺഗ്രസ് പ്രവർത്തകരോട് ചെയ്യുന്നത്. VD സതീശനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊടും ചതിയാണ് KC വേണുഗോപാലിൻ്റെ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ആ ഇന്റർവ്യൂവിൽ അത് കൃത്യമായി അദ്ദേഹം പറയുന്ന ഒരു വാക്ക് പാലിക്കാൻ, ഒരു വാക്ക് പാലിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഞാനില്ല കേരളത്തിലേക്ക്, VD സതീശൻ മുഖ്യമന്ത്രി ആവട്ടെ. VD സതീശനാണ് പ്രവർത്തിച്ചത്, നേതൃത്വം നടത്തിയത്. UDFന് അധികാരത്തിലെത്തിക്കാൻ മുന്നണി പോരാളിയിൽ നിന്ന് അകത്തും പുറത്തും, നിയമസഭയ്ക്ക് അകത്തും പുറത്തും അടിത്തട്ടിൽ വരെ പ്രവർത്തിച്ചുള്ളത് VD സതീശനാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ AICCയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹം തയ്യാറാവാത്തത്? അദ്ദേഹം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അദ്ദേഹം മുഖംമൂടി അണിഞ്ഞ ആളാണ്. എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം, കേരളത്തിൽ ഏത് വളഞ്ഞ വഴി കൂടിയും കേരളത്തിൽ എത്തണം എന്നുള്ളതാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. ഇതിലിപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചപ്പോൾ AICC ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. ഇപ്പം ഇത്രയേറെ ഇലക്ഷൻ ആൾ തോറ്റു, സതീശനാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി കേരളത്തിൽ എല്ലായിടത്തും കൃത്യമായിട്ട് ജയിപ്പിച്ചെടുത്തു. പലപ്പോഴും തോന്നാറുണ്ട് ഈ AICC ജനറൽ സെക്രട്ടറിക്ക് യോഗ്യത പിന്നെ ഈ പറഞ്ഞ പോലെ KCയേക്കാൾ എത്രയോ ഭേദമാണ് VD സതീശൻ എന്നുള്ളത് തോന്നാറില്ല അങ്ങനെ കാര്യം? VD സതീശൻ പറഞ്ഞത് എന്താണ്? 100-ൽ പരം സീറ്റ് കിട്ടും, ഞങ്ങൾ തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്, ജയിച്ചാൽ ടീം UDFനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നണിയെ ഒറ്റക്കെട്ടാക്കുകയും തോറ്റാൽ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളാണോ KC വേണുഗോപാൽ? അങ്ങനെയാണ് ഈ 4 സംസ്ഥാനങ്ങളിൽ തോറ്റേന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് AICC സ്ഥാനം രാജിവെക്കട്ടെ. അതല്ല അന്തസ്സുണ്ടെങ്കിൽ, ഒരു വാക്കിന് വിലയുണ്ടെങ്കിൽ അദ്ദേഹം അതാണ് കാണിക്കേണ്ടത്. അല്ലാതെ VD സതീശനെ ശക്തമായി പോരാട്ടം നടത്തി വിജയിച്ചെടുത്തേക്ക് അദ്ദേഹം കയറിക്കൂടെയല്ല വേണ്ടത്. അത് ഇതാണ് ഇത്തിൽ കണ്ണി എന്ന് പറയും. ആരെങ്കിലും കഷ്ടപ്പെട്ട് ഒരു വളരുന്ന അതിൻ്റെ ഇടയ്ക്കിടെ കയറി അതിന്റെ രക്തം വലിച്ചു കുടിക്കുന്ന ഇതുണ്ടല്ലോ, അത് നാണക്കേടാണ്. ഇതിൻ്റെ അകത്ത് KC വേണുഗോപാൽ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുന്നതാണോ കരുതുന്നത്? അത് വലിയ തിരിച്ചടിയായി മാറും. ജനങ്ങൾ ഇളകും. ജനങ്ങൾ വിചാരിക്കും BJP മതിയും തീരുമാനിക്കും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് KC വേണുഗോപാൽ നോക്കുന്നത്. കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയെങ്കിലും കോൺഗ്രസ് ഉണ്ടപ്പം മധ്യപ്രദേശിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ആസാമിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, രാജസ്ഥാനിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയുണ്ട് കോൺഗ്രസ്? ആ നശിപ്പിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ആർക്കാണ് അന്നേരം? അദ്ദേഹത്തിനാണ്. അദ്ദേഹം അവിടെ പോയിട്ട് ആ ആണത്തം കാണിക്കട്ടെ.